നമസ്കാരം. കലിയുഗ വരദൻ അയ്യപ്പൻ ശബരിമലയിൽ തണുത്തുറഞ്ഞ കല്ലിൽ പള്ളി കൊള്ളുമ്പോൾ നമ്മുടെ നവോത്ഥാന നായകൻ അയ്യപ്പ ഭക്തരുടെ കാശുകൊണ്ട് പമ്പയിൽ പള്ളി ഉറങ്ങാൻ വാങ്ങിയത് 1 ലക്ഷം രൂപയുടെ കട്ടിലും മെത്തയും. വെറും കട്ടിലല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു രാത്രി നടുവേദന എടുക്കാതെ ഉറങ്ങുവാൻ ദേവസ്വം ബോർഡ് വക സ്പെഷ്യൽ ഐറ്റം. അയ്യപ്പന്റെ കാണിക്കപ്പണം കൊണ്ട് വാങ്ങിയ ആ മെത്തയിൽ കിടക്കുമ്പോൾ നല്ല പതുപതുപ്പ് തോന്നിയിട്ടുണ്ടാകുമല്ലേ? ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സംഗതി ആഗോള അയ്യപ്പ സംഗമമല്ല, ആഗോള ധൂർത്ത സംഗമമാണ്. പമ്പയിൽ നിന്ന് സന്നിധാനം വരെ ഒന്ന് നടക്കാൻ വയ്യാത്തവർക്ക് വേണ്ടി ടാക്സി ഓടിയ വകയിൽ എഴുതിയിരിക്കുന്നത് 10.57 ലക്ഷം രൂപ. പമ്പയിലെ കാട്ടിലൂടെ ഏത് ടാക്സിയാണ് സാറേ ഇത്രയും കിലോമീറ്റർ ഓടിയത്? അതോ ഇനി വിമാനമാണോ വിളിച്ചത്? കോടതി പറഞ്ഞു ബോർഡിന്റെ കാശ് എടുക്കരുത്, സ്പോൺസർഷിപ്പ് വഴി നടത്തണം. പക്ഷെ നമ്മുടെ ബോർഡ് എന്ത് ചെയ്തു? ജനറൽ ഫണ്ടിൽ നിന്ന് 5 കോടി അങ്ങ് തട്ടി. അതിൽ 3 കോടി തിരിച്ചിട്ടത്രേ, ബാക്കി 2 കോടിയോ അത് സ്വാഹ. സ്പോൺസർഷിപ്പ് വഴി കിട്ടിയ 2.64 കോടി മുക്കി. എന്നിട്ടും തീർന്നില്ല, ഇനിയും കൊടുക്കാനുണ്ട് 4.35 കോടി രൂപ. മൊത്തം 11 കോടിയുടെ കണക്കിൽ ഇല്ലാത്തത് ആകെ ഒന്നേ ഉള്ളൂ, ആത്മാർത്ഥത. പന്തൽ കെട്ടിയ വകയിൽ കോടികൾ, ടാക്സിക്ക് ലക്ഷങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഉറക്കത്തിന് 1 ലക്ഷം. ഭക്തൻ ശബരിമലയിൽ കഷ്ടപ്പെട്ട് മല കയറി കാണിക്കയിടുമ്പോൾ ഇവിടെ ചിലർ ആ പണം കൊണ്ട് ആഡംബര സംഗമം നടത്തുന്നു. അയ്യപ്പ, നീ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓഡിറ്റ് റിപ്പോർട്ട് വന്ന് നാറി നിൽക്കുമ്പോഴും അടുത്ത യോഗത്തിൽ ഏത് പുതിയ മെത്ത വാങ്ങണമെന്നായിരിക്കും ചിലരുടെ ചിന്ത. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അടിമുടി ദൂർത്ത് നടന്നതിന്റെ തെളിവുകൾ മാത്രമാണുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു രാത്രി ഉറങ്ങുവാനായി വാങ്ങിയ 1 ലക്ഷം രൂപയുടെ കട്ടിലും മെത്തയും 10.57 ലക്ഷത്തിന്റെ ടാക്സി ഓട്ടവും അടക്കം അടിമുടി ദൂർത്തിന്റെ ഘോഷയാത്രയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. മൊത്തം 10.99 കോടി രൂപ സംഗമത്തിന് ചിലവായി എന്ന് വ്യക്തമാക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഒന്നടങ്കം ദുരൂഹമാണ്. സംഗമത്തിനായി ദേവസ്വം ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ നിന്ന് 5 കോടി രൂപയാണ് എടുത്തത്. അതിൽ 3 കോടി രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ 2.64 കോടിയും ദേവസ്വം ഫണ്ടിൽ നിന്നുള്ള 2 കോടിയും ബാങ്ക് പലിശയും ചേർത്ത് 6.64 കോടി രൂപയാണ് സംഗമത്തിലൂടെ പിണറായി സർക്കാർ കടമുണ്ടാക്കിയത്. 4.35 കോടി രൂപ ഇനിയും കൊടുക്കാനുണ്ട്. ബജറ്റിൽ നിശ്ചയിച്ചതിലും ഉയർന്ന നിരക്കിലാണ് മിക്കതും ചെലവാക്കിയിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഉപഹാരമായി നൽകിയ അയ്യപ്പ വിഗ്രഹങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകൾ കൃത്യമല്ല. പല സാധനങ്ങളും വാങ്ങിയതിന്റെ ബില്ലുകളില്ല. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡറില്ലാതെ നൽകിയ കരാറിൽ 10% അധിക തുക അനുവദിക്കുവാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ മുഖ്യമന്ത്രി തലേന്ന് പമ്പയിലെത്തി. അദ്ദേഹത്തിന് വേണ്ടി 1 ലക്ഷം രൂപയുടെ കട്ടിലും മെത്തയുമാണ് വാങ്ങിയത്. ഇതിപ്പോൾ ദേവസ്വം മരാമത്ത് ഓഫീസിൽ കിടക്കുന്നുണ്ട്. 4000 ലിറ്ററിന്റെ വാട്ടർ ടാങ്കും അനുബന്ധ ടാപ്പുകളും സ്ഥാപിക്കുവാൻ 4.8 ലക്ഷം രൂപ ചെലവായതായും പറയുന്ന റിപ്പോർട്ടിലെ വാങ്ങിയ സാധനങ്ങൾ സ്വത്ത് വകയായി കാണിച്ചതിൽ 4000 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് കാണാനില്ല. 150 മെത്തകൾ വാങ്ങിയതിൽ 50 എണ്ണം കാണാനില്ല. 150 മെത്തകൾ വാങ്ങിയതായി സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിലും 50 എണ്ണത്തിന് ബില്ലുകളില്ല. മെത്തകളെല്ലാം പോലീസിന്റെ വിശ്രമ കേന്ദ്രത്തിനാണ് നൽകിയത്. സംഗമം കഴിഞ്ഞും പോലീസാണ് ഇവ സൂക്ഷിക്കുന്നത്. ടാക്സി ചാർജ് ഇനത്തിൽ 10.57 ലക്ഷം രൂപയാണ് ചെലവാക്കിയത്. 8 അടി ഉയരമുള്ള സുരക്ഷാ വേലിക്കായി 3.24 ലക്ഷമാണ് ദൂർത്തടിച്ചത്. VIP-കളുടെ ഭക്ഷണ വിതരണത്തിന് 30,000 രൂപ, പ്രഭാത ഭക്ഷണം 4000 പേർക്ക് 4.2 ലക്ഷം, 11 മണി ചായ സ്നാക്സ് 5000 പേർക്ക് 2 ലക്ഷം, ഉച്ചഭക്ഷണം 5000 പേർക്ക് 8.5 ലക്ഷം, വൈകിട്ട് ചായ 5000 പേർക്ക് 2 ലക്ഷം, രാത്രി ഭക്ഷണം 3000 പേർക്ക് 4.5 ലക്ഷം, ഡീസൽ അടിച്ച് ചെലവഴിച്ചത് 7.44 ലക്ഷം. എന്നിങ്ങനെ